പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2026-27 വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് കരട് വികസന രേഖ പ്രകാശനം ചെയ്തുകൊണ്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന കാലഘട്ടത്തിലാണ് നിൽക്കുന്നതെന്നും ഏകവർഷ പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുവാൻ മാത്രമേ പഞ്ചായത്തുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ കലോത്സവം വിജയികൾ, വിദ്യാർത്ഥി ഹരിതസേന ഇക്കോസ് വിജയികൾ എന്നിവരെ ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ജോർജ് കരട് പദ്ധതി അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ഗരീജ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനംപറമ്പിൽ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KC അഭിലാഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി നിജോ, വികസന സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു TN നന്ദി പറഞ്ഞു. എത്തുന്നത് വളരെ വലിയ മുന്നേറ്റം ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ഒരു സമയത്ത് സ്വയം തൊഴിൽ പട്ടിക്കാട് സ്കൂൾ റെഡി. ഓക്കെ. മേടിച്ചോ. ഉത്തരവാദിത്തമുണ്ടെന്ന പൊതുബോധത്തിലേക്ക് സാധാരണ പൗരന്മാർ ജനങ്ങൾ എത്തുക എന്നുള്ളത് വളരെ മാതൃകാപരം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പാണഞ്ചേരി പോലെയുള്ള ഒരു വലിയ ഗ്രാമപഞ്ചായത്തില് മലയോര മേഖലയിലെ കൃഷിക്കാരും സാധാരണക്കാരായ ആളുകളും പട്ടികവർഗക്കാരും പട്ടികജാതിക്കാരും ഉൾപ്പെടുന്ന സാധാരണ ദുർബല ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പഞ്ചായത്തില് ധാരാളം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഭരണസമിതിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ ഓരോ വിഭാഗം ആളുകളും കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അവരുടെ അനുഭവ പരിചയങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രാതിനിധ്യം ഉണ്ടായാൽ മാത്രമാണ് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഉചിതമായ ചർച്ചകളും നിർദ്ദേശങ്ങളും വന്ന് കൂടുതൽ ഫലപ്രദമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിന് സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് നമ്മുടെ വികസന സെമിനാറിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു അവസാന വർഷത്തിലെ ഏകവർഷകാലത്തെ പ്രൊജക്റ്റുകൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു ഗ്രാമപഞ്ചായത്തിന് സാധിക്കുക. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ മുൻഗണനാ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവരുടെ മുൻഗണനാ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വാർഷിക പദ്ധതികളുടെ പ്രാധാന്യവും മുൻഗണനയും ഉൾപ്പെടുത്തേണ്ടത്. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ പാശ്ചാത്യ സൗകര്യ വികസന മേഖലയിലെ വളരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തായാലും ഉള്ളൂർ മണ്ഡലമായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുക, ക്ഷീരവികസന മേഖലയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക, ചെറുകിട വ്യവസായ മേഖലയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കുക, ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ വിപുലമാക്കുകയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പാണഞ്ചേരി പഞ്ചായത്തിലെ 3 LP സ്കൂളുകളും അതോടനുബന്ധിച്ച് പട്ടികവർഗ ഹോസ്റ്റലും സ്കൂളും അതൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ നല്ല രീതിയിൽ അത് വളരെ വിപുലമായി സ്കൂൾ മെച്ചപ്പെടുത്തുക, എല്ലാ കുട്ടികൾക്കും യൂണിഫോം നൽകുക, അതൊക്കെ ഈ വർഷത്തെ പദ്ധതികൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ഉദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തോടുകളും കുളങ്ങളും ചിറകുകളും സംരക്ഷിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ തടയണ നിർമ്മിച്ചും മഴക്കുഴികൾ വ്യാപിച്ചും പരമാവധി ജലസംരക്ഷണം ഉറപ്പാക്കുക എന്നീ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു.